നെന്മാറ സജിത കൊലക്കേസ് പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് പാലക്കാട് കോടതി വിധിച്ചു. കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു സജിത. വീണ്ടും നമ്മളെല്ലാം നടുങ്ങി. അതിനുശേഷം ജയിലിൽ നിന്ന് ജാമ്യത്തിൽ വന്നയാള് വീണ്ടും 2 കൊലപാതകം കൂടെ ചെയ്തു. അങ്ങനെ 3 കൊലപാതകം. 2019 ഓഗസ്റ്റ് 31 ആയിരുന്നു ചെന്താമര ആദ്യത്തെ കൊലപാതകം ചെയ്തത്. ഇയാളൊരു അന്ധവിശ്വാസിയായിരുന്നു. അത് തന്നെയല്ല, ഇയാള് കൂടോത്രം മന്ത്രത്തിലൊക്കെ വിശ്വസിക്കുന്ന ആള് തന്നെയായിട്ടാണ് മനസ്സിലാക്കിയത്. മന്ത്രവാദത്തിൽ നല്ല വിശ്വാസം. ഇയാള് മന്ത്രവാദത്തിൽ ഒക്കെ വിശ്വസിക്കുന്ന കൊണ്ട് പല മന്ത്രവാദികളെ കണ്ടു. തൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി. അതിൻ്റെ കാരണം മന്ത്രവാദികളടുത്തൊക്കെ പോയി അന്വേഷിച്ചു. പ്രശ്നം വെക്കുന്നവരൊക്കെ പോയി കണ്ടു. പലരെയും കണ്ടപ്പം അവർ ആരും പേര് പറഞ്ഞില്ല. വീടിനടുത്ത് മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയുണ്ട്. അങ്ങനെയാണ് പ്രശ്നം വെച്ച് നോക്കിയപ്പം കണ്ടത്. അവർ കാരണമാണ് നിങ്ങളുടെ ഭാര്യ പിണങ്ങിപ്പോകാൻ. ഇയാളുടെ ഉപദ്രവം കൊണ്ട് ഇയാളുടെ ഭാര്യയും മക്കളുമൊക്കെ നേരത്തെ പിണങ്ങിപ്പോയതാണ്. പക്ഷെ അതിനൊരു കാരണം കണ്ടുപിടിച്ചത് ഇയാൾ അന്ധവിശ്വാസിയായതുകൊണ്ട് വീടിനടുത്തുള്ള ഒരു മുടി നീണ്ട സ്ത്രീ, അത് ഇയാൾ വിശ്വസിച്ചു. മുടി നീണ്ട സ്ത്രീ 1-2 വീട്ടുകാരെയൊക്കെ കണ്ടുപിടിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള മുടിക്കാരിയെ, അത് നെന്മാറ പോത്തുണ്ടി സജിത, ഇയാളുടെ വീടിനടുത്തുള്ള ആ സ്ത്രീയെ ഇയാൾ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കൊന്നിട്ട് പോകുന്നത് ഒരു സ്ത്രീ പുഷ്പ കണ്ടു. വേറെ ആരും ഈ സംഭവം കണ്ടിട്ടില്ല. ആരാ കൊന്നതെന്ന് അറിയില്ല. അവര് കണ്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസ് അൺഡിറ്റക്റ്റഡ് ആയിട്ട് പോയേനെ. പുഷ്പ അവിചാരിതമായിട്ട് ആ വഴി വന്നപ്പം ഇയാൾ ആ വീടിന്റെ പിന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ടു. പിന്നീടാണ് ആ വീട്ടിൽ ഒരാളെ കൊന്നിട്ടാണ് ഇയാൾ പോയെന്ന് മനസ്സിലാകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആള് ഇയാൾ തന്നെ. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ കാട്ടിലോട്ടൊക്കെ, ആ പോത്തുണ്ടിയിലെ കാട്ടിലൊക്കെ പോയി ഒളിച്ചെങ്കിലും പിന്നീട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ കേസിന്റെ അന്വേഷണം പോലീസ് നന്നായിട്ട് നടത്തി. പാലക്കാട് പോലീസ് അഡീഷണൽ ജില്ലാ ജഡ്ജിയുടെ മുമ്പാകെ കുറ്റച്ചാർജ് കൊടുത്തു. ഒക്ടോബർ 16/10/25 കുറ്റക്കാരനാണെന്ന് കണ്ട കോടതി ശിക്ഷ വിധിക്കും. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ശിക്ഷാവിധി തന്നെയാണിത്. അതിന്റെ കാരണം, ഇയാള് അന്ധവിശ്വാസിയായ ഇയാള് വീടിനടുത്തുള്ള മുടി നീണ്ട ഒരു സ്ത്രീയെ കൊന്നു. മറ്റ് കാരണങ്ങളൊന്നുമില്ല. തൻ്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ അവരാണ് കാരണക്കാര് എന്ന് ഇയാൾ സ്വയം കണ്ടുപിടിച്ചു. മുടി നീണ്ട ഒരു സ്ത്രീ നുണ പറഞ്ഞിട്ടാണ് ഭാര്യ പോയത് എന്ന് പറഞ്ഞെങ്കിലും ഏറ്റവും മുടി നീണ്ട 1-2 സ്ത്രീകളെ കണ്ടെത്തി. അതിൽ ഏറ്റവും കൂടുതൽ നീണ്ട ആളെ വീട്ടിൽ കയറി രഹസ്യമായിട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. ആയുധം ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു. ഇയാളുടെ ഭാര്യയും 2 മക്കളും നേരത്തെ പിണങ്ങിപ്പോയിരിക്കുകയാണ്. ആ ആയുധം ഇയാളുടെ വീട്ടിലെ ആണെന്ന് അവർ കോടതി തിരിച്ചറിഞ്ഞു. ഏതായാലും 9ഓളം സാക്ഷികളെ കൃത്യമായിട്ട് സംഭവമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലെ വിസ്തരിച്ചു. അവര് കൃത്യം പറഞ്ഞു. ആ കൂടെയാണ് അയാളുടെ ഭാര്യ പറയണത്. അവരും ഇയാളെ പേടിച്ച് ഇപ്പോഴും അയാളുടെ ഭാര്യയും 2 മക്കളും വേറെ അന്നു മുതലേ മാറി താമസിക്കുകയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ വെട്ടുകത്തിയാണ്. അതുകൊണ്ടാണ് ഇയാള് ആ സജിതയെ കൊന്നത് എന്ന് കോടതിയിൽ ബോധിപ്പിച്ചു. എന്തായാലും ഏകദേശം 2 വർഷവും 9 മാസവും ഇയാൾ ജയിലിൽ കിടന്നു. ഇയാൾ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടിയത് 2 വർഷം 9 ദിവസം കഴിഞ്ഞപ്പം നാട്ടുകാരും വീട്ടുകാരും കൊല്ലപ്പെട്ട സജിതയുടെ 2 മക്കളും അവരും അവരുടെ ഭർത്താവും ആ കുട്ടികളുടെ അച്ഛനും അവരെല്ലാവരും ഭയപ്പെട്ടു. ഏതായാലും ജാമ്യം കൊടുക്കരുതെന്ന് ഇവർ പോലീസിലും അവിടെ ഇവിടെ എല്ലാം പോയി പറഞ്ഞ് കോടതിയിൽ അതിശക്തമായി ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പോലീസ് വാദിച്ചു. എങ്കിലും 2 വർഷവും 9 മാസവും ജയിലിൽ കിടന്നുകൊണ്ട് അയാളെ ട്രയൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കോടതി ജാമ്യം കൊടുക്കുകയുണ്ടായി. പക്ഷെ കോടതി ഒരു കണ്ടീഷൻ പറഞ്ഞു,
ഇയാൾ ഒരിക്കലും ആ പഞ്ചായത്തിൽ കയറാൻ പാടില്ല, ആ പോലീസ് സ്റ്റേഷൻ അതിർത്തി കയറാൻ പാടില്ല. അത് ആ ജാമ്യ കണ്ടീഷനിൽ വെച്ചു. എങ്കിലും ഇയാൾ കുറെ നാളത്തേന് വന്നില്ല. പിന്നെ പിന്നെ ഇയാൾ പതുക്കെ ഇയാളുടെ വീട്ടിൽ അടപ്പൂട്ടി കിടക്കുന്ന വീട്ടിലേക്ക് വന്ന് കയറാൻ തുടങ്ങി. അങ്ങനെ കാണാറുണ്ടായി. ഇത് കണ്ടപ്പം കൊല്ലപ്പെട്ട സജിതയുടെ 2 മക്കളും അവരുടെ പിതാവും പോലീസ് സ്റ്റേഷനിൽ DYSP SP ഒക്കെ പോയി കണ്ടു. ആ കുട്ടികൾ ഭയപ്പെട്ടു. അതുല്യ അതുപോലെ അഖില എന്ന 2 പെൺകുട്ടികളാണ് മരണപ്പെട്ട സജിതയ്ക്കുള്ളത്. അവരുടെ പിതാവുമായിട്ട് ചേർന്ന് അവിടുത്തെ DYSP SP ഒക്കെ പല പ്രാവശ്യം പോയി കണ്ടു. എഴുതി കൊടുത്തു പെറ്റീഷൻ. ഇയാൾ കൊല്ലും, ഞങ്ങൾക്ക് ഭയമാണ്. ആ നാട്ടുകാരുടെ ഇവരുടെ എല്ലാവരും നിഗമനം കറക്റ്റ് ആയിരുന്നു. കാരണം ചെന്താമര അങ്ങനത്തെ ഉള്ള ആളാണ്. അയാളൊരു സൈക്കിക് കേസാണ്, ഒരു ഡെലൂഷനുള്ള ആളാണ്, അയാള് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണ് എന്നൊക്കെ നാട്ടുകാർക്കറിയാം, പലർക്കും അറിയാം. ഇയാൾക്ക് ജാമ്യത്തിൽ വന്നാൽ ഇയാൾ വീണ്ടും കൊല്ലും, ഇയാൾക്ക് സംശയമുള്ള ആൾക്കാരെ ഇയാൾ കൊന്നൊടുക്കുമെന്നാണ്. ഏതായാലും 16-ാം തീയതി വിധി പറയാൻ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ ജാമ്യത്തിൽ ഇറങ്ങിയ ആള് 2 വർഷം 9 മാസം കഴിഞ്ഞപ്പം ഇയാള് ആ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ്, അയാളുടെ അമ്മ അവരവരുടെ വീടിന് മുമ്പിൽ ഇരിക്കുകയായിരുന്നു. ഇയാളൊരു സ്കൂട്ടറിൽ ഇരിക്കുകയായിരുന്നു. അതേസമയത്ത് അമ്മ തൊട്ടടുത്ത് നിൽപ്പുണ്ടായിരുന്നു. സുധാകരൻ 56 വയസ്സുണ്ട്, അമ്മയ്ക്ക് 75 വയസ്സുണ്ട്. അയാള് അവിടെ ഇരിക്കുമ്പം വെട്ടുകത്തിയായിട്ട് വന്ന് ചെന്താമര 2 പേരെയും വെട്ടിക്കൊന്നു. ഇതാണ് ഞടുക്കമുണ്ടായത്. കാരണം സുധാകരനും അതുപോലെ ഒരു കുട്ടിയും ആ DYSP SP കണ്ട് എഴുതി പോയി ഞങ്ങളെ കൊല്ലും എന്നാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. പോലീസ് അത് വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് അവർ കരുതി. അവർ ഗ്യാരണ്ടി കൊടുത്ത് ഒന്നും പേടിക്കണ്ട, ഞങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? 2 പേരെയല്ലേ കൊന്നത്. ആ സംഭവത്തോടു കൂടി ഇയാള് വീണ്ടും ആ നെന്മാറ കാട്ടിൽ ഒളിച്ചു. ഏതായാലും നാട്ടുകാരും പോലീസും എല്ലാം കൂടെ ചെയ്ത് 2-3 ദിവസത്തെ പ്രയത്നത്തിന്റെ ഫലമായി ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇയാളെ ആ കേസിലേക്ക് 2 കൊലക്കേസിനകത്ത് ഇപ്പം റിമാൻഡിൽ കിടക്കുകയാണ്. ഈ സമയത്താണ് ആദ്യത്തെ കേസ് സജിതയുടെ കൊലപാതകത്തിന്റെ ട്രയൽ നടന്ന് തീർന്നത്. അയാളെ കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞു ഇയാള് ഫൗണ്ട് ഗിൽറ്റി, ഇയാൾ കുറ്റം ചെയ്തു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു, തെളിഞ്ഞു എന്ന്. ശിക്ഷാവിധി 16/10 പറയും കോടതി. എന്തെങ്കിലും ഈ കാര്യത്തിൽ പറയാനുണ്ടോ എന്ന് ചെന്താമരയുടെ അടുത്ത് ചോദിച്ചു. ചെന്താമര പറഞ്ഞു ഒന്നും പറയാനില്ല എന്ന്. അയാൾക്കൊന്നും പറയാനില്ല. അയാളിറങ്ങി ഇനിയും ആൾക്കാരെ കൊല്ലും. കാരണം ആദ്യത്തെ സജിതയെ കൊന്ന ശേഷം വെളിയിലിറങ്ങിയ അയാള് സജിതയുടെ ഭർത്താവ് സുധാകരന്റെ അമ്മയും കൊന്നാണ്. നാട്ടുകാർ ഭയപ്പെട്ട പോലെ തന്നെ സംഭവിച്ചുണ്ടായി. അവിടെ ഭയപ്പെട്ട് തന്നെയും കൊല്ലുമെന്ന് ഇയാൾ ആ ആദ്യത്തെ കൊലപാതകം നടത്തി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ട പുഷ്പ ഇപ്പൊ അവിടുന്ന് മാറി പാലക്കാട് വിട്ട് തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞു. അവർ കുറെ നാളുകളായിട്ട് അവിടെയാണ്. ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയ അതിന് തൊട്ട് മുമ്പ് മുതൽ അവർ സ്ഥലം വിട്ടു, ഇപ്പോഴും അവിടെ ആണ്. അവർക്ക് ഭയമാണ്, ഇയാൾ ഏതെങ്കിലും രീതിയിൽ ജയിലിൽ ചാടി വരുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. ഇനി ജാമ്യമെല്ലാം കിട്ടുമെങ്കിൽ അതും പ്രശ്നം. അതുകൊണ്ട് ഭയപ്പെട്ടിട്ട് അവര് തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഇനി വെളിയിൽ വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാലക്കാട്ടെ അഡീഷണൽ 4ാം അഡീഷണൽ ജില്ലാ ജഡ്ജിയാണ് ഇയാൾ കുറ്റക്കാരനായിട്ട് കണ്ടിരിക്കുന്നത്. ശിക്ഷാവിധി എന്തായിരിക്കുമെന്ന് കാതോർത്ത് എല്ലാവരും ഇരിക്കുകയാണ്. കാരണം ഇനി 2 മർഡറിന്റെ ട്രയൽ നടത്താനുണ്ട്. ആദ്യത്തെ കേസിനകത്ത് ഇപ്പോൾ അയാൾക്ക് എന്ത് ശിക്ഷാവിധി എന്ന് പറഞ്ഞു ഫൗണ്ട് ഗിൽറ്റി. ഇയാൾ ഒരിക്കലും ഒരു വൈരാഗ്യമുള്ള ഒരാളെ തന്നെയല്ല. ഇയാളുടെ മനസ്സിൽ തോന്നിയ അന്ധവിശ്വാസിയാളുടെ മനസ്സിൽ തോന്നിയ മുടി നീണ്ട ഒരു സ്ത്രീ, അത്രയേ ഉള്ളൂ. ആ സ്ത്രീയാണ് കൊന്നിരിക്കുന്നത്. ആ നാട്ടിൽ മുടി നീണ്ട് ഉള്ള 2, 3, 4, 5 സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ മരണ വാറണ്ടുമായിട്ട് ഇയാൾ നടന്നു. അതിൽ ഏറ്റവും നീളം കൂടിയ മുടിയുള്ള സ്ത്രീയെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. അവര് ഒരു കുറ്റവും ചെയ്യാത്ത നിരപരാധിയാണ്. അതുകൊണ്ട് ജീവപര്യന്തം ആയിരിക്കത്തില്ല കോടതി കൊടുക്കുന്നത്. ഇയാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് തൂക്കാൻ വിധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ അടുത്ത കേസിന്റെ വിചാരണ ഉടനെ തുടങ്ങും. ഇരട്ടക്കൊല കേസാണ്. അതിനകത്ത് തീർച്ചയായിട്ടും ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇയാൾക്ക് കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ കേസിനകത്ത് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാനുള്ള ഗ്രൗണ്ട്
ഈ കേസിനകത്തും തന്നെ ഉണ്ട്. കോടതിയുടെ വിധി 16-ാം തീയതി വരുമ്പോൾ അറിയാം എന്താണ് അതിൻ്റെ ആവശ്യം, അതിൻ്റെ കോടതിയുടെ വിധിയെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം കോടതി എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമുക്കറിയില്ല. എങ്കിലും പൊതുവെ നമ്മൾ നോക്കുമ്പം അയാളോട് വൈരാഗ്യമില്ലാത്ത നിരപരാധിയായ ഒരു കുടുംബിനി അവരുടെ മുടി നീണ്ടത് കൊണ്ട് അവരെ വെട്ടിക്കൊന്നു എന്ന് വരുമ്പോൾ റയറസ്റ്റ് ഓഫ് റയർ കേസ് തന്നെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതാ വരുന്നുണ്ട് അടുത്ത കേസും, അതിനും തൂക്കാൻ വിധിക്കുമെന്നുള്ള ഉറപ്പ്. 3 തൂക്കാം. ആ 2 കേസിനകത്ത് തീർച്ചയായിട്ടും 2 തൂക്കാൻ വിധി നടക്കണം. 2 മർഡറാണ് അവിടെ നടന്നിരിക്കുന്നത്, ഇവിടെ 1 മർഡർ. എന്തായാലും വരും ദിവസങ്ങളിൽ കഠിനമായ ശിക്ഷ ഇയാൾക്ക് കൊടുക്കണം. ഇയാൾക്കൊരു സൈക്കോപ്പതാണ്, അന്ധവിശ്വാസിയാണ്, അയാൾക്ക് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. കാരണം അയാൾക്ക് ഇനിയും കൊല്ലാൻ പലരെ നോട്ടം ഇട്ടിട്ടുണ്ട് എന്ന് വരെ അയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡേഞ്ചറസ് ആയ ക്രിമിനൽ ഇനി പുറലോകം കാണാൻ പാടില്ല. ജയിലിൽ കിടന്ന് തന്നെ ശിഷ്ടകാലം ജീവിച്ച് മരിക്കുന്നതിനുള്ള സംവിധാനം ഗവൺമെന്റ് ചെയ്യണം. ഒരു കാരണവശാലും ഇയാൾക്ക് ജാമ്യമോ പരോളോ, ജാമ്യം ലഭിക്കില്ല എങ്കിലും പരോള് പോലും കൊടുക്കരുത് എന്ന് തന്നെയാണ് നാട്ടുകാരുടെ എല്ലാവരുടെയും റിക്വസ്റ്റ്. എന്തായാലും അത് ഗവൺമെന്റ് അംഗീകരിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശിഷ്ടകാലം ഇയാൾ ജയിലിൽ കിടക്കും. ക്യാപിറ്റൽ പണിഷ്മെന്റ് 3 ക്യാപിറ്റൽ പണിഷ്മെന്റ് ലഭിക്കൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.